കള്ളപ്പണക്കേസിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ചതിച്ചത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ചേർന്നാണെന്ന് കെ.എസ്. ഹംസ. മനസ്സറിയാത്ത കള്ളക്കേസിൽ കുടുക്കപ്പെട്ട നിരപരാധിയായ ഹൈദരലി തങ്ങളുടെ ശാപം ലീഗ് നേതാക്കളെ വിടാതെ പിന്തുടരും. അന്ന് അത് ചോദ്യം ചെയ്തപ്പോൾ ഇ.ഡി. വന്നത് കുരുമുളക് നുള്ളാനാണെന്ന് പറഞ്ഞ് തന്നെ പരിഹസിച്ചു. ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ ഇക്കുറി ലീഗിനെതിരെ വിധിയെഴുതുമെന്നും പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ മനസ്സ് തുറന്നു. പാണക്കാട് ഹൈദരലി തങ്ങൾ മനസ്സാ വാച അറിയാത്ത കള്ളപ്പണക്കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് ചോദ്യം ചെയ്തതിനാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് തുറന്നു പറഞ്ഞ് പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ചേർന്ന് തങ്ങളെ ചതിക്കുകയായിരുന്നു. തങ്ങൾക്ക് മനസ്സാ വാച അറിയാത്ത കേസാണിത്. അദ്ദേഹത്തെ കൊണ്ട് ചെക്ക് ഒപ്പിടുവിച്ച് കള്ളപ്പണം വെളുപ്പിച്ചു. ആദായ നികുതി വകുപ്പിന്റെയും ഇ.ഡിയുടെയും കേസ് വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ തങ്ങളെ മുന്നിലേക്കിട്ട് കൈ കഴുകിയെന്നും കെ.എസ്. ഹംസ പറഞ്ഞു. ഇതിനകം 7 അസംബ്ലി സെഗ്മെന്റിൽ 6 പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 1 മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ ആദ്യ റൗണ്ടിൽ. ഇതിനകം വലിയ ആവേശമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ പ്രദേശങ്ങളിൽ നിന്നും, എല്ലാ സെക്ടറുകളിൽ നിന്നും വളരെ അനുകൂലമായ പ്രതികരണങ്ങൾ, ആവേശകരമായ പിന്തുണ ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തിൽ ഇലക്ഷൻ രംഗം അങ്ങ് ഉണർന്നിട്ടില്ല. പക്ഷേ പൊന്നാനി സജീവമാണ്. ഇടത് ക്യാമ്പുകളിൽ വളരെ പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞു. അത് വളരെ ആവേശകരമായ ഒരു അനുഭവമായിട്ടാണ് തോന്നിയത്. എന്തോ ഒരു മാറ്റത്തിന് കൊതിക്കുന്നത് പോലെ ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അവരുമായി ഞങ്ങൾ സംവദിക്കുന്നുണ്ട്. ഞങ്ങളീ പര്യടനത്തിൽ പ്രധാനമായി അവരുടെ ആവശ്യങ്ങൾ, അവരെ എന്താണ് മനോഗതി, ഇത് പഠിക്കുകയാണ് ചെയ്യുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഹൈദരലി തങ്ങളുടെ ഈ ചരമവാർഷിക ദിനത്തിലും അദ്ദേഹത്തിന്റെ ശാപം ലീഗിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഇ.ഡി. ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ പുറംലോകം കണ്ടിട്ടില്ല. ഇ.ഡി. ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ മാനസികമായി തളർന്നെന്നും ഹംസ പറഞ്ഞു. അത് ചോദ്യം ചെയ്തപ്പോൾ ഇ.ഡി. കുരുമുളക് വള്ളി പൊട്ടിക്കാൻ വന്നതാണെന്ന് പരിഹസിച്ചു. തെളിവ് ഹാജരാക്കി സംസാരിച്ചതിനാണ് തന്നെ പുറത്താക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അവരിൽ നിന്ന് കിട്ടുന്ന കുറേ അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങൾ ഒരു MP പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ, ഗതകാലങ്ങളിൽ അവർക്ക് അങ്ങനെ ഒരു MP ഒരു അനുഭവം കിട്ടിയിട്ടില്ല. ജയിച്ചു പോകും, പിന്നെ എപ്പോഴും വരുന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്ക് മുഴുവൻ പറയാനായിട്ടില്ല. പക്ഷേ ഇവിടെ പൊന്നാനി കോട്ടക്കൽ നിയോജകമണ്ഡലക്കാർക്കാണ് ഇത് കൂടുതൽ അറിയുന്നതല്ലേ. ലീഗുകാർ പ്രതീക്ഷിക്കാത്ത അടിയൊഴുക്കുണ്ട് ഇക്കുറി. ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ ഇക്കുറി വിധിയെഴുതും. ഇക്കുറി LDF പിടിച്ചെടുക്കുമെന്നും ഹംസ കൂട്ടിച്ചേർത്തു. പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി കോട്ടക്കൽ മണ്ഡലത്തിലെ പര്യടനത്തിനിടെയാണ് കെ.എസ്. ഹംസ മനസ്സ് തുറന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ ആവേശം പകരാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിനു മുമ്പൊക്കെ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി കഴിഞ്ഞാൽ പകരം കയറ്റുന്നത് കോൺഗ്രസ് അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതല്ല. സംഘപരിവാറിനെ താഴെ ഇറക്കി കഴിഞ്ഞാൽ LDF അടക്കമുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരികയാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ആ ഒരു അനുകൂല ഘടകം ഇത്തവണ LDFനാണ് കിട്ടുന്നത്. കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസ്സിന് കിട്ടിയിരുന്ന അനുകൂല, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയിരുന്ന അനുകൂല ഘടകം ഇത്തവണ LDFനാണ് കിട്ടുന്നത്. അത് കാരണം മറ്റൊന്നുമല്ല. ഇത് LDF, ഈ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിൽ പലരുടെയും ശബ്ദം മോഡിയുടെയും അമിത്ഷായുടെയും ശബ്ദത്തിന് തുല്യമായ ശബ്ദമാണുള്ളത്. പല വിഷയത്തിലും അവർക്ക് ഒരേ തൂവൽ പക്ഷികളാണ്. അപ്പോൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്നും ഇടത് ജനാധിപത്യ കക്ഷികൾ അല്ലെങ്കിൽ ഇടത് നിലപാട് സ്വീകരിക്കുന്ന ജനപ്രതിനിധികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. അതിനുള്ള പിന്തുണയാണ്. അങ്ങനെ ഞങ്ങളോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മറ്റൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഇത് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കോട്ടക്കലുകാർക്ക് അറിയാമല്ലോ കാര്യങ്ങൾ. മാത്രമല്ല മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് അവർക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴൊക്കെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെന്തോ ആവട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കഴിവുകളും പ്രാപ്തിയൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്. പക്ഷേ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇന്ന് ഇതിൻ്റെ കൂടെ സൂചിപ്പിക്കേണ്ട കാര്യം, ഇന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ മരിച്ച
ദിവസമാണ്, 2-ാം വർഷത്തേക്കാണ് 6-ാം തീയതി. ഇന്ന് ഞങ്ങളൊക്കെ ആ ദുഃഖത്തിലാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ സിയാറത്ത് ചെയ്യാനും പോകുന്നുണ്ട്. ഹൈദരലി തങ്ങളുടെ ഒരു ശാപം ഇവരെ വിടാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്? ഈ EDയുടെ കേസിൽ ഹൈദരലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം പുറം ലോകം കണ്ടിട്ടില്ല. ആ ക്ഷീണത്തിലായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 10 കോടി റുപ്യ നോട്ട് നിരോധന സമയത്ത് ലിക്വിഡ് മണി ഉണ്ടായിരുന്നതാണ്. ആ പൈസ കൊണ്ടുപോയിട്ട് തങ്ങളുടെ പേരിലെ അക്കൗണ്ടിൽ ഇട്ടു. ചന്ദ്രയുടെ അക്കൗണ്ട് പറഞ്ഞാൽ തങ്ങളുടെ പേരിലാണ്. എന്നതിന് ശേഷം ഇവരെന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ചെക്കും കൊണ്ടുപോയി വെച്ചു. തങ്ങളെ കൊണ്ട് ആ ചെക്ക് ഓടിച്ച് കൊണ്ടുപോയി. വിശ്വാസത്തിൽ തങ്ങൾ ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ വിശ്വാസത്തിൽ കൊടുക്കലാണ് തങ്ങളുടെ രീതി. അതിന് മുമ്പ് അങ്ങനെ തന്നെയാണ്. തങ്ങൾ അറിയുന്നില്ല, മഹാമനുഷ്യായ തങ്ങൾ, ഋഷിതുല്യനായ മനുഷ്യൻ, വലിയായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് ചെക്ക് ഒപ്പിട്ട് മേടിച്ചു. ഇവർ പൈസ കൊണ്ടുപോയിട്ട് പണം വെളുപ്പിച്ചെടുത്തു. അത് ഇൻകം ടാക്സ് അറിഞ്ഞപ്പോൾ ഇൻകം ടാക്സിന് നോട്ടീസ് ആദ്യം വന്നു. ഉടനെ തന്നെ അതിൻ്റെ ഫൈൻ കിട്ടി. 3 കോടി രൂപ ഫൈനും കിട്ടി. ആ 3 കോടി രൂപ ഫൈൻ കിട്ടിയപ്പോൾ സംഗതി ഉറപ്പായാലോ. എന്തിനാണ് ഫൈൻ കെട്ടുന്നത്? ഫൈൻ കെട്ടുന്നത് തെറ്റുകൊണ്ടല്ലേ ഫൈൻ കെട്ടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ വാദിക്കല്ലേ ചെയ്യാം. ഫൈൻ കെട്ടിയപ്പോൾ ഇത് കള്ളപ്പണമാണെന്ന് ഉറപ്പിച്ചു, സമ്മതിക്കുകയും ചെയ്തു. പിന്നെ ED വിടില്ലല്ലോ. പിന്നെയാണ് ED കയറി വരുന്നത്. ED കയറി വന്നപ്പോൾ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഇവരെന്ത് പറഞ്ഞു? പൈസ ഇട്ട ആളുകൾ, പൈസ ഇട്ടലും എടുക്കലും കൊണ്ടുപോവുകയും ചെയ്ത മഹാന്മാരുണ്ടല്ലോ, അവരെന്ത് പറഞ്ഞു EDയോട്? ഞങ്ങൾ നിരപരാധികളാണ്, തങ്ങളുടെ പേരിൽ അക്കൗണ്ട്, തങ്ങൾ ചെക്ക് ഒപ്പിട്ടിട്ട് പൈസ എടുത്തു, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ മറുപടി പറഞ്ഞപ്പോൾ EDക്ക് തങ്ങളുടെ പേരിൽ കേസെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം നോട്ടീസ് അയച്ചു, തങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. ED സമ്മതിച്ചില്ല. പിന്നീട് നോട്ടീസ് അയച്ചു. അപ്പോൾ തങ്ങൾ ഷമീർ എന്നുള്ള ചന്ദ്രയുടെ മാനേജറെ ചുമതലപ്പെടുത്തിയത് നോട്ടീസ് കൊടുത്തു. ഈ നോട്ടീസിന് മറുപടി കൊടുക്കുന്നതും തങ്ങൾ അറിഞ്ഞിരുന്ന തങ്ങളുടെ പേരിൽ വരാൻ കൊടുക്കുകയാണ്. പക്ഷേ ED സമ്മതിച്ചില്ല. ED ഒരു ദിവസം കാലത്ത് വന്ന് വൈകുന്നേരം വരേക്ക് ആ പാവപ്പെട്ട മനുഷ്യന് അടച്ചിട്ട വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചോദ്യം ചെയ്തു. അതോടുകൂടി ഡൗണായി, മാനസികമായി തകർന്നു തങ്ങൾ. പിന്നെ ശരിക്ക് പുറം ലോകം തങ്ങൾ കണ്ടിട്ടില്ല. അതിനുശേഷം ഈ വിഷയമാണ് 2021 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചത്. അന്നാണ് കലാപം ഉണ്ടാക്കി ഞാൻ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രൂപേണ ആദ്യമായി എനിക്കെതിരെ നടപടി വരുന്നത്. അന്ന് പുറത്താക്കലില്ല, ആ സ്ഥാനമാനങ്ങൾ നീക്കുന്ന ഒരു നടപടിയിലേക്കാണ് പോയത്. ഈ വിഷയം ഉന്നയിച്ചതായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു തന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് യോഗത്തിൽ പറഞ്ഞ് അങ്ങനെ ഒരു ED വന്നിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ അടുത്ത് തെളിവുകളുണ്ടായിരുന്നു. തെളിവുകൾ കാണിച്ചു കൊടുത്തപ്പോൾ തങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന നോട്ടീസിൻ്റെ കോപ്പി, തങ്ങൾ മറുപടി കൊടുത്ത കത്തിൻ്റെ കോപ്പി, ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ തങ്ങൾ ചോദ്യം ചെയ്തതിൻ്റെ രേഖ കൊടുത്തു. അപ്പോൾ പറഞ്ഞു അത് ED ഇതിലെ വന്നപ്പോൾ കുരുമുളകിൻ്റെ വള്ളി പൊട്ടിക്കാൻ കയറിയതാണ് എന്ന് പറഞ്ഞു. ഒരു തമാശ രൂപേണയാണ് അത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ കമ്മിറ്റിയിൽ കുറേ ബഫൂണുകൾ വേറെയുണ്ട്. ഇവർ ഇതേറ്റ് പറഞ്ഞു അതിനെന്താ EDക്ക് എന്താ കുരുമുളക് കഴിക്കുമോ, EDക്ക് കുരുമുളക് പൊട്ടിച്ചൂടെ? ഞാൻ പറഞ്ഞു ചിരിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, അല്ല കാലത്ത് 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരേക്ക് ED കുരുമുളകിൻ്റെ വള്ളി പൊട്ടിക്ക് തന്നെ ഇരുന്നോ പാണക്കാട്ട് കുടുംബത്തിൽ വന്നിട്ട് ആളെ പൊട്ടിച്ചാക്കാൻ? ഇത് പറഞ്ഞോടുകൂടിയാണ് ഭയങ്കര വിഷയമായി പാർട്ടിയിൽ. എൻ്റെ ആദ്യത്തെ നടപടിക്ക് കാരണമാകുന്നത് ഈ സംഭവമാണ്. ഇത് മലപ്പുറത്തെ ജനത ഇത് ഏറ്റെടുക്കും, ഈ വിഷയം ഏറ്റെടുക്കും. എന്തുകൊണ്ട് നമ്മളൊരാളെ പുറത്താക്കലെന്ന് കുറേ കാരണങ്ങൾ പറയും. എനിക്ക് പാർട്ടി കാരണം കാണിക്കൽ നോട്ടീസ് വന്നിട്ടുണ്ട്. എന്തായാലും പറയുന്നതെന്നറിയോ? നിരന്തരമായി പാർട്ടി യോഗങ്ങളിൽ നേതൃത്വത്തെ അപമാനിച്ച് സംസാരിക്കുന്നു, നേതൃത്വത്തെ അവഹേളിച്ച് സംസാരിക്കുന്നു. ഇതാണ് കാരണം കാണിക്കൽ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അഴിമതി പറയാം, വേറെ സദാചാര വിരുദ്ധമായ പെരുമാറ്റങ്ങൾ പറയാം. അതൊന്നുമല്ലല്ലോ പറയുന്നത്. നേതൃത്വത്തെ പാർട്ടി യോഗങ്ങളിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇതൊക്കെ തന്നെയായിരുന്നു വിഷയം ഉണ്ടായിരുന്നത്. ഈ വിഷയത്തിലാണ് രണ്ടാമത് ഇത് 1-ാം തീയതി സംഭവിക്കുന്നു. 3-ാം തീയതി മോയിൻ അലി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം പൊട്ടിക്കുന്നു. അപ്പോഴാണ് ഒരു തെരുവ് കൊണ്ടയിറക്കി മോയിൻ അലി തങ്ങളെ അസഭ്യം പറഞ്ഞ് അപമാനിച്ചിറക്കാൻ നോക്കുന്നു. ആരതിൻ്റെ പിന്നിൽ? ഇവരാണോ ലീഗിന് നേതൃത്വം കൊടുക്കുന്നത്? ലീഗെന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശമുള്ളത്? യഥാർത്ഥ ലീഗ് ഞങ്ങളുടെയൊക്കെ ഉള്ളിലാണുള്ളത്. ശരി, സത്യസന്ധമായ ലീഗ്. ഞങ്ങൾ ഈ മൂല്യച്യുതിക്കെതിരെ പോരാടും, ഈ അനീതിക്കെതിരെ പോരാടും, ഈ അഴിമതിക്കെതിരെ, തട്ടിപ്പിനെതിരെ,
ആയിരക്കണക്കിന് പള്ളിയുടെ ഖാദിയായ തങ്ങൾ മണി ലോണ്ടറിങ് ആക്റ്റിൽ പ്രതിയായിട്ട് മരണപ്പെട്ടു പോകേണ്ട ഗതികേട് വന്നില്ലേ? അതൊക്കെ ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യും. കാരണം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ മലപ്പുറം ജില്ലയിൽ ഇഷ്ടം പോലെയുണ്ട്. അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല വിഷയം. ഇത് പാർട്ടിക്കുള്ളിൽ നടന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളറിയാതെ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ അടിയൊഴുക്കുകളുണ്ട്. മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ വിധി എഴുതും ഈ വിഷയത്തിൽ. ഓക്കെ, എന്തായാലും ഞങ്ങൾ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഞങ്ങൾ ഇത്തവണ പിടിക്കും. താങ്ക് യു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.